ഹലോ അർമീസേ, അന്യോം. എനിക്കറിയാം നിങ്ങളെല്ലാവരും BL വേണ്ടി വെയിറ്റിംഗ് ആണെന്ന്. ബട്ട് എനിക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സമയമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വൺ ഷോട്ട് ഞാൻ അപ്ലോഡ് ആക്കുന്നത്. ഇത് ഞാൻ എന്നോ എഡിറ്റ് ചെയ്ത് വെച്ചൊരു വൺ ഷോട്ടാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് കരുതിയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയുള്ള 1-2 ദിവസം എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ കരുതി വൺ ഷോട്ട് അങ്ങ് ഇട്ടേക്കാമെന്ന് കരുതി. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണേ. സോറി, ഞാൻ നിങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിന് സോറി. പിന്നെ ഇത് 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് ഫ്രീ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ എപ്പിസോഡും ഞാൻ ഇടാം കേട്ടോ. അതുകൊണ്ട് അതുവരെ നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ. പിന്നെ ഈ എങ്ങനെ ഉണ്ടാവും ഈ വൺ ഷോട്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് ഇടുക. ഇത് ഒരു 2 എപ്പിസോഡാണ് ഉള്ളത്. എനിക്ക് ശരിക്കും ഫുള്ളാണ്, ബട്ട് എനിക്കത് ഫുള്ള് ഒപ്പരം അപ്ലോഡാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ കട്ടാക്കിയിട്ടാണ് അപ്ലോഡാക്കാൻ പോകുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇന്ന് അപ്ലോഡാക്കാം. സെക്കൻഡ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പാകത്തിന് അപ്ലോഡാക്കാം. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ കമൻ്റ് ഇടണേ, മറക്കരുതേ. അപ്പോ നീ പറഞ്ഞു വരുന്നത് നീ നാളെ ജോയിൻ ചെയ്യാൻ പോവാ അല്ലേ? ഏട്ടാ, ഞാൻ ജോയിൻ ചെയ്യാൻ പോവാ നാളെ. അങ്ങനെയാണെങ്കിൽ നീ ലേറ്റ് ആകണ്ട, വേഗം കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, പോലെ. എന്ത് പാടി നീ ഇങ്ങനെ അലക്കുന്നേ? കാര്യം പറ, എന്താ എനിക്ക് വേണ്ടേ? അത് ഏട്ടാ, എന്നെപ്പോഴാ നാട്ടിലേക്ക് വരാം? ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടേട്ടാ, വേഗം വന്നേ. ഓഹോ, അതാണോ എന്റെ കുടുംബത്തിൽ പെണ്ണിന്റെ പ്രശ്നം? ഞാൻ വരാം, പക്ഷേ ടൈം പിടിക്കും മോളെ. ഒരു 3 months എന്തായാലും വേണ്ടി വരും. കാരണം എനിക്കിവിടെ എല്ലാം സെറ്റ് ആക്കണ്ടേ, എന്നിട്ടല്ലേ അവിടേക്ക് വരാൻ പറ്റൂ. എന്തായാലും പെട്ടെന്ന് വരാൻ നോക്കാം, എല്ലാം റെഡിയാക്കിയിട്ട്. എന്നിട്ട് വേണം എനിക്കൊരു കലക്കാൻ. എൻ്റെ മോളെ കല്യാണമൊക്കെ ഒന്ന് കഴിപ്പിച്ച് വിട്ടിട്ട് വേണം. അങ്ങനെയാണല്ലേ എന്റെ പൊന്നായിട്ട്, നീ ഇങ്ങോട്ട് വരണമെന്നില്ല, അവിടെ തന്നെ നിന്നാ മതി, ഇങ്ങോട്ട് വരണ്ട കേട്ടോ. എന്തോ ആടിത്തേയാ നീ ഇങ്ങനാ? ഞാൻ ഇങ്ങനെയാ. ഞാൻ കിടക്കാൻ പോവാ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ജയ, ഇത് ഫുള്ള് കഴിച്ചിട്ട് പോ, ഇത് കഴിക്കാതെ പോവല്ലേ. അമ്മ പപ്പയോട് പറ ഞാൻ പോയി എന്ന്. വേണ്ട, ഫുഡ് കഴിക്കണ്ട, ഞാൻ ഇനി കഴിക്കാൻ നിന്നാ ലേറ്റ് ആകും. ബൈ. ഞാൻ പറഞ്ഞോളാം, നീ ശ്രദ്ധിച്ച് പോ, ഓടല്ലേ. ബൈ അമ്മ. ലേറ്റ് ആയില്ലല്ലോ, ഭാഗ്യം. സാറ് വന്നോ എന്തോ ആവോ. എടി, എനിക്ക് തോന്നുന്നത് സാറിന് നിന്നോട് എന്തോ ഉണ്ടെന്നാ. ഹേയ് ഇല്ലടി, അത് നിനക്ക് തോന്നിയതായിരിക്കും. അല്ല, ഇനി ഉണ്ടോ? ഇവരിത് എന്തൊക്കെയാ പറയുന്നേ? സർ, ഫയലൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഓ റിയലി ഗുഡ്. ആൻഡ് നിന്നെ ഈ ഡ്രസ്സിൽ കാണാൻ അത്ര കൊള്ളില്ല കേട്ടോ. ബട്ട് ഇന്നലെ നീ എന്നാ സെക്സി ആയിരുന്നെന്നറിയോ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. മേ ഐ സർ? എന്നാ ഞാൻ പോവാണേ. കുക്കി, എന്താ ഇത്? No regret. Tonight I'ma make you taste it. Come on, love, no more. Shake your body and lose control.
ഒന്നുമില്ല. അല്ല, നീ ഇപ്പം എന്തിനാ വന്നേ? അത് പറ. എന്ത് കുക്കി ഇതൊക്കെ? നീ എന്താ ഇങ്ങനെയൊക്കെയാണോ ചെയ്യണ്ടേ? അതിനിപ്പോൾ എന്താ യോഞ്ചി? ഞാനൊന്ന് സംസാരിച്ചതല്ലേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഇത്ര പറയാന്. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നതുമില്ല. ഇപ്പം ഞാൻ വന്നിട്ടുള്ള കാര്യം ഞാൻ എന്നോട് ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? എൻ്റെ ഫ്രണ്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ടെന്ന്. അവൾ വന്നിട്ടുണ്ട്. ഓ, അതാണോ കാര്യം? അതിനിപ്പോൾ എന്താ, നീ അവളോട് വരാൻ പറ. സർ, മേ ഐ കം ഇൻ? യാ, come here. दुनिया बुला के तुमसे मिला हूँ, निकली है दिल से ये दुआ. സർ, Yeah. What is your name? Angel? ഏഞ്ചൽ? മൈ നെയിം കിം താങ്ങി സർ. Kim Tae. John Tae. The better surname. എന്താ സർ? Hey, nothing. Your name so beautiful, Angel. സർ, കോൾ മീ ടേയ. Jaya is a beautiful name, but I like Angel. I call you Angel. ഓ, ഇങ്ങനെ കൊണ്ട്. സർ, ഞാൻ ജോയിൻ ചെയ്തോട്ടെ? പിന്നല്ലാതെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പരിചയപ്പെടാം. എന്താ? ഓക്കെ സർ. ടേയ, എന്തുപാടി ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നേ? എന്റെ ബ്രോ എങ്ങനെ ഇത്ര ഫ്ലേട്ടിംഗ് ആയത് എന്നാണോ? യോഞ്ചി, അതെങ്ങനെ നിനക്ക് മനസ്സിലായി ഞാൻ അതാ ചിന്തിക്കുന്നതെന്ന്? ആഹാ, നല്ല ചോദ്യം. എനിക്കറിയില്ലേ എൻ്റെ ബ്രോയെ. അവൻ്റെ ഫ്ലേട്ടിങ് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവനങ്ങനെ ടച്ചിങ് ചെയ്തിട്ടുള്ള ഫ്ലേട്ടിംഗ് ഒന്നുമില്ല. ഇതേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഇങ്ങനെ പോകുന്നേ, അനക്ക് ഇങ്ങനെ പോവോ? അതും കൂടെ ഉണ്ടേല് നിന്റെ ആ കുക്കി ഉണ്ടല്ലോ, അങ്ങനെ മുഖത്ത് 5 കൈവിരൽപ്പാടുകൾ കാണും. അതിനോ നിനക്ക് ചെറിയ തെറ്റ് പറ്റി. അത് നീയാണെങ്കിൽ മാത്രമേ കാണുള്ളൂ, അല്ലാതെ മറ്റാരെങ്കിലും ആണെങ്കിൽ ഒരിക്കലും കാണൂല. അതെന്താടി യോഞ്ചി നീ അങ്ങനെ പറഞ്ഞേ? അതങ്ങനെയാ. നീയാണെങ്കിൽ ചിലപ്പോ അവൻ അടിച്ചെന്നൊക്കെ വരാൻ മതിയാവും. പക്ഷേ മറ്റുള്ള ഗേൾസ് അങ്ങനെയല്ല. അവർക്കൊക്കെ അവന്റെ ടച്ചിങ്ങിന് മടിക്കാതിരിക്കുക. ദാ പാഞ്ഞു വരും മോളെ. നീ എന്തി പറയുന്നേ? ആടി, അതൊക്കെ അങ്ങനെയാ. നീ അത് വിട്. അല്ല, നിന്റെ ഏട്ടനിങ് വരുന്നുണ്ടോ ഇന്നെങ്ങാനും? നോ യോഞ്ചിപ്പൂച്ചേ, വരുന്നില്ല കേട്ടോ. ആഫ്റ്റർ 3 months. എന്ത് വാടി ഇത്? ഇപ്പൊ തന്നെ എത്ര കാലായി അങ്ങനെ പോയിട്ട്? ഒന്ന് പോടി, നിനക്കങ്ങ് പറഞ്ഞുകൂടെ? അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അവിടെ കാത്തിരിക്കാണ്ടെന്ന് കരുതിയെങ്കിലും ആളിങ്ങ് പറഞ്ഞെത്തിയേനെ. ഇതിപ്പോ അതൊന്നും ഇല്ലല്ലോ, നിനക്കങ്ങ് പറഞ്ഞൂടെ? നീ പറയാതിരുന്നിട്ടല്ലേ? എടി, എനിക്ക് പേടിയാടി. അങ്ങനത്തിന് ഇഷ്ടമല്ലെങ്കിലോ? അതും പറഞ്ഞിരുന്നു. ഏട്ടൻ വരുമ്പോ വേഗം പറയാൻ നോക്ക്, അല്ലേല് എന്റെ ഏട്ടൻ ആരെങ്കിലും കൊത്തിക്കൊണ്ട് ഇങ്ങ് പോരും. ആദ്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, സർ, ഈ ഫയൽസ് കുറച്ച് ഡബ്സ് ഉണ്ട്, ഇതൊന്ന് ക്ലിയർ ആക്കി തരാമോ? അതിലെന്താ, ഇനി വന്നേ, പറ ഏതാ നോക്കട്ടെ. അങ്ങനെ കുക്കിയുടെ അടുത്ത് നിന്ന് ഡബ്സ് ഒക്കെ പറയാൻ തുടങ്ങി. ബട്ട് കുക്ക് എവിടെയാ നോക്കണ്ടേ? ഓ മൈ ഗോഡ്, അവളുടെ ലിപ്പ് മറക്ക്. സർ, ഇതൊക്കെയാണ് എൻ്റെ. പെട്ടെന്നാണ് ശ്രദ്ധിച്ചത്. സാറ് നോക്കുന്നത് ഫയലിലല്ല, പകരം അവളെയാണെന്ന്. പതിയെ അവിടെ നിന്ന് വല്ല ബാക്കോട്ട് നീങ്ങാൻ തുടങ്ങി. എന്നാ കുക്കി ജർമ്മി, നീ ഏത് ഫ്ലേവറാ യൂസ് ചെയ്യുന്നേ? നീ പറഞ്ഞില്ലേ, ഞാൻ പറയും. പറഞ്ഞോ, അതിനെന്താ? അതിനെനിക്കെന്താ? തേ അത് പറഞ്ഞതും കൊക്കി തന്റെ മുഖം തേയുടെ മുഖത്തോടെ ചേർത്ത് വെച്ചു. മാറി നിൽക്കി, എനിക്ക് പോണം.
ഞാൻ നോക്കട്ടെ എന്ന്. സർ മേ ഐ കം ഇൻ? പെട്ടെന്ന് സ്റ്റാഫിന്റെ സൗണ്ട് കേട്ടതും തേയ കുക്കിയെ തള്ളി മാറ്റി.